നമസ്തേ. പുറമേ വിഷയങ്ങളെ അനുഭവിക്കുന്നത് ഏതൊരു ചൈതന്യത്തിൻ്റെ സാന്നിധ്യത്താലാണോ ആ ചൈതന്യം അവിടുന്ന് തന്നെയാണ്, ഈശ്വര ചൈതന്യം തന്നെയാണ് എന്നിവിടെ ഗുരു നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രവിവിക്ത ഭുക്കായിട്ട് നിന്നുകൊണ്ട് കാര്യങ്ങളെ അനുഭവിക്കുന്നു. പ്രവിവിക്ത ഭുക് ബഹിഹി, എവിടെയാണ് പുറമേ വിഷയങ്ങളെ അനുഭവിക്കുന്ന, വിഷയങ്ങൾ തോറും പോകുന്നത്, വിഷയങ്ങൾ അനുഭവിക്കുന്നത് ഏതൊരാത്മാവിൻ്റെ സാന്നിധ്യം കൊണ്ടാണോ ആ ആത്മസാന്നിധ്യത്തെ പ്രണമിക്കാം നമുക്ക് എന്നാണ് ഗുരു പറയുന്നത്. അതിനെ മനസ്സിലാക്കൂ, അതിനെക്കുറിച്ച് അറിയൂ. ഇപ്പൊ വിഷയങ്ങളിൽ ആണ്ടുമുങ്ങിപ്പോകുന്നു ഇന്ദ്രിയങ്ങൾ പുറമേ ഉള്ള വസ്തുക്കളെ കാണുന്നതിനും അറിയുന്നതിനും ഉള്ള രീതിയിലാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. സൃഷ്ടിച്ച എല്ലാം ഈശ്വരനാണെങ്കിൽ ഈശ്വരൻ തന്നെയാണ് ഇതിനെ ഇപ്രകാരം സൃഷ്ടിച്ചതെന്നും കഠോപനിഷത്ത് പറയും. പരാഞ്ചിഖ്യാനി വിതരണത് സ്വയംഭൂ തസ്മാത് പരാങ് പശ്യതി ന അന്തരാത്മൻ. സൃഷ്ടിച്ചയാള് ഇന്ദ്രിയങ്ങളെ സൃഷ്ടിച്ചപ്പോൾ ബഹിർമുഖങ്ങളായിട്ടാണ് സൃഷ്ടിച്ചത്. എല്ലാറ്റിനെയും അനുഭവിക്കാവുന്ന താത്പര്യത്തോടുകൂടി പുറമേക്ക് നോക്കുന്ന ആ ഒരു വിശേഷത്തോടു കൂടിയാണ് ഇന്ദ്രിയങ്ങളെ സൃഷ്ടിച്ചത്. ലോചന വിശേഷം എന്താണ്? വിഷയങ്ങളെ കാണുക. മൂക്കിൻ്റെയും നാക്കിൻ്റെയും ത്വക്കിൻ്റെയും ചെവിയുടെയും ഒക്കെ പ്രവർത്തനങ്ങൾ അങ്ങനെ തന്നെ എല്ലാം പുറമേ നോക്കി കാണുന്നു. എന്നാ അന്തരാത്മാവിനെ കാണാൻ ഇവർ ശ്രമിക്കുന്നില്ല, അതിനകത്ത് താല്പര്യവുമില്ല. ഇത് സാധാരണ ജീവന്റെ സ്വഭാവവിശേഷമാണ് പറയുന്നത്. പക്ഷേ ധീരനായ ഒരുവൻ അതിനെ മറികടന്ന് അപ്പുറത്ത് പോകും. കശ്ചിത് ധീരനായ ഒരുവൻ പ്രത്യേകാത്മാനം ഐക്ഷത ആവൃതചക്ഷുര അമൃതത്വം ഇച്ഛൻ. അവൻ ഇന്ദ്രിയങ്ങളെയൊക്കെ അകത്തേക്ക് വലിച്ചിട്ട് കൂർമോ അങ്കാനീവ സർവശഃ എന്നാണ് ഗീത പറയുന്നത്. എങ്ങനെയാണോ ആമ തൻ്റെ ഇന്ദ്രിയങ്ങളെ എല്ലാം ഒരാപത്ത് വരുമ്പോൾ അകത്തേക്ക് വലിക്കുന്നത്, അതേപോലെ വിവേകിയായവൻ, ധീരനായവൻ ഇന്ദ്രിയങ്ങളെയൊക്കെ ഉള്ളിലേക്ക് തിരിച്ചിട്ട് അന്തരാത്മാവിനെ കാണാൻ ശ്രമിക്കുന്നു. അപ്പൊ ബാഹ്യമായി പ്രവർത്തിക്കുന്നതും ആര് തന്നെ? ഈശ്വരൻ തന്നെ. എപ്പോഴും ഓർക്കുക, സമുദ്രത്തിൻ്റെ ഉദാഹരണം. സമുദ്രത്തില് തിരകളായിട്ടും കുമിളകളായിട്ടും വീജികളായിട്ടും ഒക്കെ ധാരാളം കാര്യങ്ങൾ അങ്ങനെ നടക്കുന്നുണ്ട്. പക്ഷേ കൊടാനുകോടി തിരമാലകൾ ഉണ്ടായാലും അതിനകത്ത് അതിനേക്കാൾ കൂടുതൽ കുമിളകളും പതകളും തിരയും നുരയും ഒക്കെ ഉണ്ടായിരുന്നാലും അതൊക്കെ സമുദ്രത്തിൽ നിന്ന് വേറെയല്ല, സമുദ്രത്തിൽ തന്നെയാണത് വർത്തിക്കുന്നത്. നമ്മൾ ഇന്നലെ പറഞ്ഞ ഉദാഹരണത്തിൽ കുഞ്ഞു മത്സ്യം അമ്മയെ ഞാൻ സമുദ്രം കാണുന്നില്ല എന്ന് പറയുമ്പോൾ അത് കിടക്കുന്നത്, വർത്തിക്കുന്നത്, ഇരിക്കുന്നതൊക്കെ സമുദ്രത്തിലാണ്. ഞാൻ ഈശ്വരനെ കാണുന്നില്ല, ഈശ്വരനെ അറിയുന്നില്ല എന്ന് പറയുന്നതും ഈ കുഞ്ഞു മത്സ്യം സമുദ്രം കാണുന്നില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ്. ഈശ്വരൻ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഈശ്വര സാന്നിധ്യം എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴും അതിനെ അറിയാതിരിക്കുന്നത് ഏറ്റവും വലിയ അത്ഭുതമാണ്. അതിന് മായ എന്ന് പറയാം. ധീരനായി ഒരുവൻ ഈ സത്യത്തെ കാണുവാൻ, അറിയുവാൻ, ഇച്ഛയുകൂടി ഇറങ്ങി പുറപ്പെടും. അങ്ങനെ പ്രവിവിക്ത ഭുക്കായിട്ട് ഓരോ വിഷയങ്ങളെയും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവനായിട്ട് വർത്തിക്കുന്നത് അല്ലയോ ജഗദീശ്വര അവിടുന്ന് തന്നെയാണ്. എൻ്റെ ഉള്ളില് ആത്മാവ് കടന്നിരുന്നു. നമ്മളിപ്പോൾ ഈ ബ്രഹ്മവിദ്യാപഞ്ചകത്തിൻ്റെ
ഭാഷയിൽ നമ്മുടെ വ്യക്തി ജീവിതത്തെ ഒന്ന് കണ്ടു നോക്കാം. സൃഷ്ട്വേദം പ്രകൃതേരനുപ്രവിശതി എന്ന് പറഞ്ഞല്ലോ. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിട്ട് അതിനകത്ത് കടന്നിരുന്നു. ഈശ്വരൻ എന്നെ സൃഷ്ടിച്ചിട്ട് എന്നിൽ കടന്നിരുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കിയ ആ തരത്തിൽ എൻ്റെ അമ്മയുടെ ഉള്ളിൽ ഒരു സൃഷ്ടി നടന്നല്ലോ. ആ സൃഷ്ടി നടന്നപ്പോൾ എന്താ സംഭവിച്ചത്? വാസ്തവത്തിൽ ഈശ്വരൻ ഒരു ചെറിയ സൈഗോട്ട് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് കടന്നിരുന്നു. നോക്കൂ, എത്ര ശാസ്ത്രീയവും സത്യവും ഏറ്റവും യുക്തിയുക്തവുമായ കാര്യമാണിത്. എന്താ മനസ്സിലാക്കാൻ ഇത്ര പാട്? സൃഷ്ട്വേദം പ്രകൃതേരനുപ്രവിശതി എന്ന് ത്രിപാദങ്ങൾ ഇവിടെ പറയുകയാണ്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിട്ട് ഈശ്വരൻ അതിനകത്ത് അനുപ്രവിശതി കടന്നു കയറിയിരുന്നു. ഇത് എന്നെ ഈശ്വരൻ എൻ്റെ അമ്മയുടെ ഉള്ളിൽ വളരെ സൂക്ഷ്മരൂപത്തിലുള്ള ഒരു അണുവായിട്ട് സൃഷ്ടിച്ചിട്ട് അതിനകത്തേക്ക് കയറിയിരുന്നു. പിന്നെ എന്നെ ധരിച്ചതാരാണ്? യയം യയാധാര്യതേ. അവിടെ നിന്ന് ഞാൻ സാവധാനം വളർന്ന് ഇങ്ങനെ മുൻപോട്ട് വന്നപ്പോൾ എന്നെ ധരിച്ചുകൊണ്ടിരുന്നത്, ഞാൻ ആ 10 മാസം ഉള്ളിൽ കിടന്നപ്പോൾ എന്നെ വഹിച്ചുകൊണ്ടിരുന്നത്, പിന്നീട് ഞാൻ പുറത്തേക്ക് വന്ന് ഈ സമയത്തും എന്നെ വളർത്തിക്കൊണ്ടിരിക്കുന്നത് ആ ഈശ്വരൻ തന്നെയല്ലേ? ആ ഈശ്വരന്റെ മഹിമയല്ലേ വാഴ്ത്തേണ്ടത്? ജയിക്കുക മഹാദേവ എന്ന് പറയുമ്പോൾ പ്രകാശ സ്വരൂപിയായ അല്ലയോ ജഗതീശ്വര ചൈതന്യമേ, അവിടുത്തെ ഈ ഉള്ളവൻ വാഴ്ത്തുന്നു എന്ന് പറയുന്നു. ഇങ്ങനെയല്ലേ വാഴ്ത്തേണ്ടത്? വാഴ്ത്തപ്പെടേണ്ടത് ആ ഈശ്വര ചൈതന്യമല്ലേ? ആ ഈശ്വര ചൈതന്യത്തെ ഞാൻ ഇപ്പോഴും അനുഭവിക്കുന്നു. ഞാൻ ഇന്ദ്രിയങ്ങളിൽ കൂടി വിഷയങ്ങളെ അനുഭവിക്കുമ്പോൾ ഉള്ളിലിരുന്നു കൊണ്ട് ആ ഈശ്വരൻ എന്നെ അതിന് അനുവദിക്കുകയാണ്. ആ ഈശ്വരൻ എല്ലാം തരുന്നു. നന്മയും തിന്മയും ഒക്കെ തരുന്നത് ആ ഈശ്വരൻ തന്നെ. സന്തോഷവും സന്താപവും തരുന്നത് ഈശ്വരൻ തന്നെ. ആ ഈശ്വരന് പ്രത്യേകിച്ച് യാതൊരു തരത്തിലുള്ള ഭേദങ്ങളുമില്ല. അവിടെ ഇരിക്കുകയാണ്, വെറുതെ അവിടെ ഇരുന്നു കൊണ്ട് സാന്നിധ്യം കൊണ്ട് ഇന്ദ്രിയങ്ങളെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നു. പക്ഷെ ആ ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുന്ന മനസ്സ് നിശ്ചയിച്ചോണം എവിടെയൊക്കെ ഇന്ദ്രിയങ്ങൾ പോകണം, എങ്ങോട്ടൊക്കെ പോകണ്ടെന്ന്. അത് നിശ്ചയിക്കുന്നത് ഈശ്വരനല്ല, അത് മനസ്സാണ് നിശ്ചയിക്കുന്നത്. അപ്പം വേണ്ടാത്തിടത്തേക്ക് മനസ്സ് വിഷയങ്ങൾ പോയാൽ, ഇന്ദ്രിയങ്ങൾ പോയാൽ മനസ്സുടനെ പറഞ്ഞു അവിടേക്ക് പോകേണ്ട നിനക്ക് കാര്യമില്ല, നീ തിരിച്ചു പോരെ. മദ്യപാനം ചെയ്യാൻ ഒരുങ്ങുകയാണ്, അപ്പോൾ മനസ്സ് പറഞ്ഞു കൊടുക്കണം, മദ്യകുപ്പി കയ്യിലെടുക്കുമ്പോഴോ ഇത് നിനക്ക് ആരോഗ്യത്തിന് നല്ലതല്ല, അത് കൊണ്ട് കളഞ്ഞേര് എന്ന് മനസ്സ് പറയുവാനും അത് കേൾക്കുവാനുമുള്ള ഇച്ഛാശക്തി ബുദ്ധിക്കും ഉണ്ടായിരുന്നാൽ അവൻ രക്ഷപ്പെട്ടു. അവിടെ ഈശ്വരൻ അവനെ സത്തിലേക്ക് നയിക്കുന്നു. ഇനി വേറൊരുവന് അവിടെ ഇരിക്കുമ്പോൾ മദ്യകുപ്പി കയ്യിലെടുത്തപ്പോഴും ആ കുപ്പി കയ്യിലെടുക്കുവാൻ അവനെ സഹായിച്ചത് ഈശ്വരൻ തന്നെയാണ്, സംശയം വേണ്ട. പക്ഷെ അതിനെ അകത്തേക്ക് കടത്തിവിടണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് മനസ്സാണ്. അപ്പൊ ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് ഒരുവൻ മദ്യപിക്കുന്നു എന്ന് നമുക്ക് പറയാം. എന്താണെന്ന് ചോദിച്ചാൽ ഈശ്വരനാണ് അവിടെ അവന്റെ കൈ ഉയർത്തുവാൻ, പ്രവർത്തിക്കുവാൻ, നാവ് പ്രവർത്തിക്കുവാനൊക്കെ സഹായിച്ചത്. പക്ഷെ അവനെ അബദ്ധസഞ്ചാരത്തിലേക്ക് നടത്തിയത് അവന്റെ മനസ്സാണ്. അതിന് ഈശ്വരന് ബാധ്യതയൊന്നുമില്ല. അപ്പൊ ഈശ്വരാനുഗ്രഹം കൊണ്ട് തന്നെയാണ് അവൻ അബദ്ധസഞ്ചാരത്തിൽ നടക്കുന്നതും സുപഥ മാർഗത്തിൽ പോകുന്നതും സത്പഥത്തിൽ പോകുന്നതും. എല്ലാറ്റിൻ്റെയും ഉള്ളിൽ ഇരുന്നു കൊണ്ടിതാ ജഗതീശ്വര ചൈതന്യം പ്രവർത്തിക്കുന്നു. അനുപ്രവിശതി, എൻ്റെ ഉള്ളിലേക്ക് കടന്നിരുന്നു. ഞാൻ എൻ്റെ വ്യക്തിപരമായ സൃഷ്ടി നോക്കിയാൽ അതേപോലെ തന്നെയാണ് ഈ ബാഹ്യമായ പ്രപഞ്ച സൃഷ്ടിയും. അപ്പൊ എൻ്റെ ഉള്ളില് എൻ്റെ അമ്മയുടെ ഉള്ളില് ഞാൻ എന്നെ കടത്തി വെച്ചു ആദ്യം, എന്നിട്ട് അതിനകത്തേക്ക് ഈശ്വരൻ കടന്നിരുന്നു. അങ്ങനെ ഈശ്വരൻ കടന്നു കഴിഞ്ഞപ്പോൾ എന്തു പറ്റി? അവിടെ നിന്ന് പലതും സംഭവിക്കാൻ തുടങ്ങി. വിദ്യാരണ്യസ്വാമികൾ തൻ്റെ പഞ്ചദശി എന്ന് പറഞ്ഞ വിഖ്യാതമായ കൃതിയിലെ മനോഹരമായ ഒരു കവിത രൂപത്തിൽ ഈ സത്യം പറയുന്നുണ്ട്. ഏതസ്മാത് കിമിവേന്ദ്രജാലമപരം യദ്ഗർഭവാസസ്ഥിതം രേത ചേതതി ഹസ്തമസ്തകതയാ പ്രോദ്ഭൂതനാനാങ്കുരം പര്യായേണ ശിശുത്വ യൗവനജരാവേഷൈരനേകൈർവൃതൈ പശ്യത്യത്തി ശൃണോതി
ഗച്ഛതി തദാഗച്ഛതി. ഏതസ്മാത് കിമിവേന്ദ്രജാലം അപരം. ഇതിനേക്കാൾ വലിയൊരു അത്ഭുതം എന്താണുള്ളത്? ഏതസ്മാത് കിമിവേന്ദ്രജാലം അപരം. ഇതിനേക്കാൾ വലിയൊരു ഇന്ദ്രജാലം എന്താ ഉള്ളത്? ഏതസ്മാത് കിമിവേന്ദ്രജാലം അപരം യത് ഗർഭവാസസ്ഥിതം രേതഃ. അമ്മയുടെ ഗർഭത്തിൽ കടന്നു ചെന്ന രേതസ് അവിടെ ഇരുന്ന് പയ്യെ വളരാൻ തുടങ്ങി. രേതശ്ചേതതി, പയ്യെ അതിനൊരു ചലനം സംഭവിച്ചു. പിന്നെ എന്തുണ്ടായി? ഹസ്തമസ്തകതയാ പ്രോദ്ഭൂത നാനാങ്കുരം. പിന്നെ അതിന് ഹസ്തമുണ്ടായി, കൈയുണ്ടായി, കാലുണ്ടായി, തലച്ചോറുണ്ടായി. അങ്ങനെ പ്രോദ്ഭൂത നാനാങ്കുരം പലതരത്തിൽ അങ്ങനെ വളർന്നു വന്നു. പിന്നീട് പുറത്തേക്ക് വന്നു. പര്യായേണ ശിശുത്വ യൗവന ജരാവേഷൈരനേകൈർ വൃതൈ. പലതരത്തിലുള്ള വേഷങ്ങളിൽ അനേക തരത്തിൽ ഇങ്ങനെ വന്നു. ഇതിനേക്കാൾ മഹത്തായ ഒരത്ഭുതം എന്താണ്? ഈ പരമസത്യം ഗുരുക്കന്മാർ നമുക്ക് കാണിച്ചു തരികയാണ്. ആ പരമസത്യത്തിലേക്ക് ഗുരുദേവനെ നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിക്കാം. നന്ദി.